അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന ടീച്ചറുടെ അടുത്ത് നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന നേരത്ത് പാപ്പച്ചൻ ഓടി വരികയാണ് കേട്ടോ. വക്കീലേ വക്കീലേ എന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ അർച്ചന തിരിച്ച് നിന്നിട്ട് എന്താണെന്ന് ചോദിക്കും. അപ്പോഴേ JK സാർ ഇപ്പോൾ ആകെ മൊത്തം മാറി. ഇപ്പോൾ കുടിയില്ല, വലിയില്ല, ഒന്നുമില്ല. മുന്നിൽ കൊണ്ടുപോയി വെച്ചാലും കൂടി സാറൊന്നും എടുക്കുന്നില്ല. സാറിൻ്റെ സ്വഭാവം തന്നെ മാറി. അമ്മ വന്നത് കൊണ്ട് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അർച്ചനയോട് പറയുകയാണ്. പക്ഷേ അർച്ചന ഒന്നും മറുപടി പറയാതെ പോവുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ പാപ്പച്ചൻ വിചാരിക്കുകയാണ് ഇതെന്താ അത് വക്കീൽ ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ എന്ന്. അതിനുശേഷം പാപ്പച്ച അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് അമ്മയുടെ അടുത്ത് പറയുകയാണ് കേട്ടോ, എനിക്കൊരു മനസ്സിലൊരാഗ്രഹമുണ്ട്. ആ കാര്യം ഞാൻ പറഞ്ഞാലോ, ചിലപ്പോൾ നിങ്ങൾക്കത് പറ്റില്ലായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ചീത്ത പറയും, വഴക്ക് പറയും ഒക്കെ ചെയ്യുമായിരിക്കും. എന്നാലും നീ പറയേ എന്താണെന്നുള്ളത് നോക്കട്ടെ എന്ന് ടീച്ചർ പറയണ കേട്ടോ. അതേസമയം JK ഇതെല്ലാം കേട്ട് മുകളിൽ നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാലേ ആ മധുബാലിയായിട്ടുള്ള ബന്ധം സാറിൻ്റെ ഒഴിവാക്കണം. അതിനുശേഷം ഈ അർച്ചനയെ കല്യാണം കഴിക്കണം. ഈ അർച്ചനയ്ക്കാണെങ്കിൽ ആരും ആൺതുണ ഇല്ലാത്തതല്ലേ. അർച്ചൻ്റെ മോൾക്കാണെങ്കിൽ JK സാറിന് ഒരുപാട് ഇഷ്ടമാണ് എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം ടീച്ചറുടെ മനസ്സിലും ഇങ്ങനെ ആഗ്രഹമുണ്ട്. ഇതുപോലത്തെ ഒരു മരുമകളെയാണ് ടീച്ചർക്ക് ആവശ്യം, അല്ലാതെ മധുബാലയെ പോലെയുള്ളൊരു മരുമകളെയല്ല. ഏതായാലും നീ എന്നോട് പറഞ്ഞു പിന്നെ ആരോടും പറയണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം JK ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പിന്നീട് പാപ്പച്ച പുറത്തിറങ്ങിയിട്ട് കാറ് കഴുകുകയാണ്. ആ സമയത്ത് JK വന്ന് ചോദിക്കും, നീ എന്താ നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാനെന്താ പറഞ്ഞത്, ഉള്ള കാര്യമാണോ ഞാൻ പറഞ്ഞത്, നീ അർച്ചനയോട് വല്ലതും പറഞ്ഞോ ഇതേപ്പറ്റി ചോദിക്കും. ഇല്ല, ഞാൻ ഇതേപ്പറ്റി അർച്ചനയോട് ഒന്നും സൂചിപ്പിച്ചിട്ടില്ല എന്ന് പറയും. ശരി, സൂചിപ്പിച്ച് പോകരുത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അർച്ചന ഇങ്ങോട്ടേക്ക് വരും കൂടി ഇല്ല കേട്ടോ, അതിനുള്ളൊരവസരം നീ വരുത്തരുത് എന്ന് പറയും. പിന്നീട് അതിന് ശേഷം താക്കീത് പോലെ പറയണ, അമ്മയ്ക്ക് വെറുതെ ഓരോ വിഷമങ്ങൾ നീ ഉണ്ടാക്കി കൊടുക്കണ്ട എന്നിങ്ങനെ പറയണ കേട്ടോ. അതേസമയം പിന്നീട് അർച്ചന ഓഫീസിൽ ഇരുന്നിട്ട് ഇങ്ങനെ സുമിത്രാമ്മ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അതേസമയം ബാറിലിരുന്നിട്ട് ജഗദീഷ് വക്കീലും വിജയശങ്കറും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ജഗദീഷ് വക്കീൽ പറയും, ഇനി നോമിനേഷൻ അർച്ചന പിൻവലിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമാണ് എന്നിങ്ങനെ പറയും. ഇനി അവൾ പിൻവലിച്ചിട്ടില്ലേക്കും ഇല്ല എന്ന് പറയുമ്പോൾ വിജയശങ്കർ പറയും, ആ ഇലക്ഷനിങ്ങൾ അടുത്ത് വരട്ടെ, അപ്പോൾ നമുക്ക് എന്തായാലും ശരി ഒരു ബോംബ് ഞാൻ അവൾക്കിട്ട് പൊട്ടിച്ചു കൊടുക്കും. അതോടുകൂടി വിജയശങ്കറിൻ്റെ അടുത്ത് ആരും മത്സരിക്കാൻ വരില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് അർച്ചനയും ദീപ്തിയും കൂടി ഇങ്ങനെ വരികയാണ്. അതേസമയം ദീപ്തി പറയുന്നുണ്ട് അർച്ചനയുടെ അടുത്ത്, ഇന്നു മുതൽ തന്നെ നമുക്ക് പ്രചാരണം തുടങ്ങണം, അല്ല പറഞ്ഞാൽ അത് ശരിയാവില്ല എന്നിങ്ങനെ പറയുകയാണ്. അർച്ചന പറയുന്നുണ്ട്, ശരി നമുക്ക് ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് അന്വേഷിച്ചിട്ട് വോട്ട് ഇപ്പോൾ ചോദിക്കുക എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് അവരൊരു ആളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, ഒരു ഇൻഷുറൻസിൻ്റെ ആളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അതേ സമയത്താണ് ജഗദീഷ് വക്കീലും വിജയശങ്കറും കൂടി വരുന്നത്. വിജയശങ്കർ ചോദിക്കുന്നുണ്ട്, നമുക്കിന്ന് ആരെങ്കിലും കേസുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഇൻഷുറൻസിൻ്റെ ആൾ വന്നിട്ടുണ്ട്, അവരുടെ ഒരു കേസേ ഉള്ളൂ എന്നിങ്ങനെ പറയും. അടുത്ത് എത്തുമ്പോഴാണ് അറിയുക ആ ഇൻഷുറൻസിൻ്റെ ആളായിട്ടായിരിക്കും അർച്ചന ഡീൽ ചെയ്യുന്നത് കേട്ടോ. അതേസമയം നിങ്ങളെന്താ ഇവിടെ വന്നിരിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും ശരി അർച്ചന അസോസിയേഷനിലാണ് എൻ്റെ ഇൻഷുറൻസിൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നീ ഞങ്ങളുടെ അടുത്തല്ലേ തന്നിരിക്കുന്നത്, നീ എന്താ എൻ്റെ അവിടെ വരുന്ന എല്ലാവരെയും പൈപ്പറ്റാൻ വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് എന്ന് വിജയശങ്കർ അർച്ചനയോട് ചോദിക്കാൻ കേട്ടോ. ഞങ്ങളുടെ അടുത്ത് വന്ന കേസിൻ്റെ കക്ഷികളെ ഞാൻ ഒഴിവാക്കാറില്ല, പരമാവധി ഞാൻ അത് എടുക്കാറേ ചെയ്യാറുള്ളൂ എന്നിങ്ങനെ പറയുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ വിജയശങ്കറിനാകെ മൊത്തം ദേഷ്യം. സാറേ ഞങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ സാർ ഇവിടെ ഓഫീസിലില്ല, സാറെ അന്വേഷിച്ച് ഞങ്ങൾ വരേണ്ടത് ബാറിലേക്കാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേസ് അർച്ചന അസോസിയേഷനിൽ ഏൽപ്പിച്ചത്, അല്ല അത് ആരും ചാക്കിട്ട് പിടിച്ചതല്ല എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ അർച്ചന പറയും, ഇപ്പോൾ കേട്ടല്ലോ, ഞങ്ങൾ ആളിനെ ഞങ്ങൾ പിടിച്ചതല്ല എന്നിങ്ങനെ പറയും. ഇവിടെ അവസാനത്തെ കേസ് എന്താണെന്ന് ചോദിക്കുക, ജാമ്യ കേസായിരുന്നു, അതെ ഞങ്ങളുടെ ഓഫീസിലുള്ള ആളാണ് ജയിച്ചത് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. അത് കേൾക്കുമ്പോൾ ദീപ്തി പറയും, അതെ എങ്ങനെയാണ് ജയിച്ചതെന്നുള്ളത് മോളോടൊന്ന് പോയി ചോദിച്ചാൽ മതി, അപ്പോൾ അറിയും ബാക്കി കാര്യം എന്നിങ്ങനെ പറയും കേട്ടോ. അതിനുശേഷം അർച്ചനയോട് ഇങ്ങനെ വിളിക്കാൻ കേട്ടോ വിജയശങ്കർ, നിൻ്റെ ബാർ രജിസ്ട്രേഷൻ ഒന്ന് കഴിയട്ടെ, ആ പ്രസിഡൻ്റ് സ്ഥാനം ഒന്ന് ആവട്ടെ, അതിനുശേഷം ബാക്കിയെല്ലാം തീരുമാനിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അർച്ചനയോട് വിളിച്ചിട്ടതിന് ശേഷം തിരിച്ച് ഓഫീസിലേക്ക് വരും കേട്ടോ. എന്നിട്ട് ജഗദീഷ് വക്കീലിനോട് ചോദിക്കും, നമുക്കിപ്പോൾ കേസൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കും. 5-6 കേസൊക്കെ മിസ്സിങ് ആയി, സാറ് ഇവിടെ ഇല്ലല്ലോ, സാറ് എപ്പോഴും ബാറിലാണല്ലോ, അതുകൊണ്ട് വരുന്നവരൊക്കെ പോയി എന്ന് രവി ഇങ്ങനെ പറയും കേട്ടോ. രവി പറയും, ഞാനിത് കുറേ ദിവസമായി പറയണം വിചാരിച്ചിരിക്കുന്നു, സാർക്ക് എന്ത് തോന്നും എന്നിങ്ങനെ വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് എന്നിങ്ങനെ പറയും. ഞാൻ കുടിക്കുന്ന കാര്യങ്ങളൊന്നും ആരും തീരുമാനിക്കേണ്ട, അതെൻ്റെ സ്വന്തമായ വ്യക്തിപരമായ കാര്യമാണ് എന്നിങ്ങനെ പറയും. അവളെ ഇനി ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി കഴിഞ്ഞു. അത് പറ്റില്ല ജഗദീഷേ, എന്തായാലും ശരി നമുക്കിത് ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കേസ് ഉണ്ടാവുകയുള്ളൂ, പഴയ പോലെ പ്രതാപം ഉണ്ടാവുകയുള്ളൂ, ഇല്ലെങ്കിൽ കേസെല്ലാം നമുക്ക് പോകും. അവളിവിടെ വന്ന് നിന്നതേ വലിയൊരു പ്രശ്നമാണ്,
അതുകൊണ്ടാണ് അവൾക്ക് ഈ ഓഫീസ് എൻ്റെ ഓഫീസിൻ്റെ അടുത്തായത് കാരണമാണ് അവൾക്ക് എല്ലാ കേസും പോകുന്നത്. അത് അങ്ങനെ പാടില്ല, അവളെ ഒരിക്കലും ജയിക്കാൻ അനുവദിക്കരുത്, അവൾക്കൊരു വലിയ ബോംബിടണം എന്നെല്ലാം പറയുകയാണ് കേട്ടോ. അതിനുശേഷം വിജയശങ്കർ വൈകുന്നേരം നല്ല ഫിറ്റായിട്ട് വന്നിട്ട് ചന്ദ്രയെ വിളിക്കുകയാണ് കേട്ടോ. ചന്ദ്രയെ വിളിക്കുമ്പോൾ ചോദിക്കും, ഇവിടെ ഭാര്യയുണ്ട് എന്നുള്ളത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്, നിങ്ങളെന്നും കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത് ചോദിക്കും. അതെ, ഞാൻ കുടിച്ചിട്ടാണ് വന്നത്, അതിനെന്താ നിനക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് ഇനി കേസില്ലാതാവുമല്ലോ എന്നിങ്ങനെ ചന്ദ്ര പറയാൻ കേട്ടോ. അതെ, എനിക്ക് കേസൊന്നും ഇല്ലാതാവുകയാണ്, അർച്ചനയാണ് എല്ലാ കേസും എടുത്തിട്ട് പോണത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. എന്തൊരു നാണക്കേടാണ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വിജയശങ്കറിനെ ഇങ്ങനെ പ്രകോപിപ്പിക്കുകയാണ് കേട്ടോ. വിജയശങ്കർ ചന്ദ്രയെ ഇങ്ങനെ അടിക്കാൻ പോവുകയാണ് കേട്ടോ. അതേസമയം എന്നെ നിങ്ങൾ തൊട്ടു പോകരുത്, എന്നെ തൊട്ടിട്ടുണ്ട് പറഞ്ഞാൽ വിവരം അറിയും, നിങ്ങൾ കേസില്ലാത്ത വക്കീലായി കുടിച്ച് നിങ്ങൾ ബാറിൽ പോയിട്ട് കിടക്കയില്ലേ, അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വിജയശങ്കറിനെ ഉന്തും തള്ളുകയാണ് കേട്ടോ. അതേ സമയത്ത് ആര്യ വരികയാണ്. ആര്യ വന്നിട്ട് അമ്മയോട് ചോദിക്കുക, അമ്മയ്ക്കറിയില്ല അച്ഛൻ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. ഈ സമയത്ത് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇത്തിരി മാറി നിന്നൂടെ, നല്ല സമയത്ത് പറഞ്ഞാൽ പോരെ എന്നെല്ലാം പറഞ്ഞിട്ട് ആര്യ വിജയശങ്കറെ പിടിച്ചിട്ട് കൊണ്ടുപോകണിട്ട് വരും, അച്ഛാ പോയി കിടക്കാമെന്ന് പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. അതേസമയം വിജയശങ്കർ ഇങ്ങനെ പുലമ്പുന്നുണ്ട് കേട്ടോ. എനിക്കൊരു കേസും ഇല്ല മോളെ, അർച്ചനയ്ക്കാണ് അച്ഛൻ തോറ്റു പോവുകയാണ് എന്നെല്ലാം പറയുകയാണ് കേട്ടോ. അതേസമയം ചന്ദ്രയ്ക്ക് ആകെ മൊത്തം ദേഷ്യം വരികയാണ് കേട്ടോ. ദേഷ്യം വന്നിട്ട് ചന്ദ്ര രുക്കുവിന് ഫോൺ ചെയ്യണം. നിൻ്റെ ഏട്ടൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് ചോദിക്കും. അപ്പോൾ എന്താണ് ചോദിക്കും, നിൻ്റെ ഏട്ടൻ ഇങ്ങനെ കുടിച്ചിട്ട് വരികയാണ്, ഇനി ബാർ അസോസിയേഷനിലെ പ്രസിഡൻറ്റും കൂടി അവളായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ തീരില്ല കാര്യങ്ങൾ, അങ്ങനെയാണ് കിടപ്പ്. എന്തായാലും ശരി, അവളെ അങ്ങനെ അത് ജയിക്കാൻ അനുവദിക്കരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം രുക്കു പറയണേ, ഏട്ടൻ്റെ കുടി മാറാനുള്ള ഒരു മരുന്ന് ഞാൻ തരാം, അത് ഭക്ഷണത്തിൽ കൊടുത്താൽ മതി എന്ന് പറയും. ശരി, നീ വാങ്ങി വെക്കി എന്ന് പറയും. പിന്നെ അവിടുത്തെ ആളെ ഒരിക്കലും മത്സരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് എന്നിങ്ങനെ പറയും. അത് പിന്നെ ഞാൻ ചെയ്യാതിരിക്കുക, എൻ്റെ ഏട്ടൻ്റെ കാര്യത്തിനല്ലേ, എന്തായാലും ശരി ഞാൻ ചെയ്തിരിക്കും എന്നിങ്ങനെ പറയണം. ഇവരിങ്ങനെ സംസാരിക്കുന്നത് ആര്യ വന്ന് കേൾക്കുന്നു കേട്ടോ. ആര്യ എന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിൽക്കണം, ഒന്നില്ലേ അച്ഛനോട് പിന്മാറാൻ പറയുക, അർച്ചന ആൻറ്റി എന്തായാലും ജയിക്കുക, അർച്ചന ആൻറ്റിയുടെ കൂടെ മത്സരിക്കാൻ നിന്നിട്ട് നിങ്ങൾക്കൊരു കാര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടി നിൽക്കണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര ചോദിക്കും, നീ ഇപ്പം എന്താടി അർച്ചനയുടെ കൂടെ ആയോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. ഞാനുള്ള കാര്യം പറഞ്ഞതാണ് എന്നിങ്ങനെ ആര്യ പറയാൻ കേട്ടോ. എന്തായാലും ശരി, ബാർ അസോസിയേഷൻ പ്രസിഡൻറ്റിൽ അർച്ചന വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ജയിക്കുകയാണ്.